ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അനിമൽ ഡൈവേഴ്സിറ്റി നോൺ കോഡാറ്റ പാർട്ട് 1 ആണ് നമുക്ക് പഠിക്കാനുള്ള പേപ്പർ. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആണ്. അതിൽ നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പഠിക്കാൻ പോകുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡ് സിസ്റ്റമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡ് നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ മോഡേൺ സിസ്റ്റമാറ്റിക്കിൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരോലിനൈക്സ് ആണ്. അതേപോലെ സിസ്റ്റമാറ്റിക്സിൻ്റെ ഒരു പെർഫെക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ കൈൻഡ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ദ ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ പിക്ചർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഒരു ക്ലിയർ പിക്ചർ തരുന്നു. അതേപോലെ ലൈഫ് സിസിൻ്റെ ഫൈലോജനി തരുന്നു. പിന്നെ അതേപോലെ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ്, കുറേ കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസിന് ഇൻ്റർ റിലേഷൻഷിപ്പ് തരുന്നു. അതൊക്കെയാണ് ഇതിൽ. അതിനെ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഒക്കെ ഉണ്ടാക്കുന്നു. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. പിന്നെ ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സും ന്യൂ സിസ്റ്റമാറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. സ്പീഷീസ് ആർ ബിലീവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പെഷ്യൽ ക്രിയേഷൻ. സ്പീഷീസ് ഒരു സ്പെഷ്യൽ ക്രിയേഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാനിക് എവല്യൂഷൻ വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 2-3 പോയിന്റ്സ് പോലെ അതിന് കോമൺ ക്ലാസിക്കലിൽ നിന്ന് ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്ററി ഇല്ല, മറ്റേതിന് ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്ററി ഉണ്ട്. ആർട്ടിഫിഷ്യലും നാച്ചുറലും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലും മറ്റേത് ഫൈലോജനിക്കൽ ക്ലാസിഫിക്കേഷനാണ് മോഡേൺ സിസ്റ്റമാറ്റിക്സിൽ പെടുക. പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ, എന്താണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ, എന്താണ് ഫൈലോജനറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫൈലോജനറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവല്യൂഷണറി ഹിസ്റ്ററി. പിന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോളജിക്കൽ, ഫിസിയോളജിക്കൽ, അനാട്ടമിക്കൽ ഒക്കെ ആയിട്ടുള്ള സിമിലാരിറ്റീസ് കാരണമാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൂപ്പർഫിഷ്യൽ റിസംബിളൻസ് ഇൻ ദ മോർഫോളജി, ഹാബിറ്റൽസ്, മോഡ് ഓഫ് ലൈഫ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ ബൈ നെയിം, നമുക്കൊരു സാധനത്തിന് ഒരു നെയിം കൊടുക്കുക, അതാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ലോക്കൽ നെയിംസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഓരോ സ്ഥലത്ത് ഓരോ ഇതിലാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ മാങ്ങയാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനൊരു സയൻറ്റിഫിക്കലായിട്ടൊരു കോമൺ നെയിം കൊടുക്കുന്നു. അത് ആക്സെപ്റ്റബിൾ ആണ്, ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുന്നു. അതിനാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജീനിയസും സെക്കൻഡ് സ്പീഷീസും വെച്ചിട്ടാണ് ഈ നോമൻക്ലേച്ചർ ഉണ്ടായിരിക്കുന്നത്. ജീനിയസ് ഫസ്റ്റ് വരും, സ്പീഷീസ് അടുത്തതായിട്ട് വരും. പിന്നെ അതേപോലെ ഗ്രീക്ക് ഓർ ലാറ്റിൻ ആയിട്ട് എഴുതാം. പിന്നെ അതേപോലെ ഒരു സ്പെഷ്യലായിട്ട് അണ്ടർലൈൻ ചെയ്യണം. ജീനിയസും സ്പീഷീസും സ്പെഷ്യലായിട്ട് അണ്ടർലൈൻ, അവർ തമ്മിലൊരു സ്പേസ് ഇടണം. അങ്ങനെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ ജീനിയസും സ്പീഷീസും പിന്നെ അതിൻ്റെ സബ് സ്പീഷീസിനും പറ്റി എഴുതുന്നതാണ് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ റൂൾസ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യലി അണ്ടർലൈൻഡ് ആണ്, ഇറ്റാലിയനൈസ്ഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിലായിരിക്കണം. അങ്ങനെ സ്പെഷ്യലായിട്ട് അണ്ടർലൈൻ ചെയ്യണം. അതേപോലെ 3 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണീക്നെസ്, സ്റ്റെബിലിറ്റി ആൻഡ് യൂണിവേഴ്സാലിറ്റി വേണം. യൂണിക്നെസ്സും സ്റ്റെബിലിറ്റിയും യൂണിവേഴ്സാലിറ്റിയും വേണം. പിന്നെ അതിൻ്റെ മോഡേൺ ട്രെൻഡ്സ് ഇൻ സിസ്റ്റമാറ്റിക്സിൻ്റെ മോഡേൺ ട്രെൻഡ്സസ്. കീമോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ്, പിന്നെ അതേപോലെ പ്രോട്ടീൻസ്, DNA സീക്വൻസ്, ആൽക്കനോയിഡ്സ് എക്സെട്ര, അത് കുറേ കെമിക്കൽസിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓൾസോ നോൺ ആസ് എ ബയോകെമിക്കൽ സിസ്റ്റമാറ്റിക്സ്. കെമിക്കൽസിനെ പറ്റി പറയുന്നതാണ് കീമോ ടാക്സോണമി. സീറോ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സിറം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പ്രോട്ടീൻ ഒരു ഇതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആൻറ്റിബോഡിയാക്കി മാറ്റുന്നു, അതൊക്കെയാണ് സംഭവം. പിന്നെ സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോളജിക്കൽ ആസെപ്സിസിനെ പറ്റിയിട്ടാണ് സൈറ്റോ ടാക്സോണമി. ഫിനെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂമറിക്കൽ ടാക്സോണമി, ഫിനറ്റിക് ടാക്സോണമി ആൻഡ് ഫിനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നു. ഒരു ട്രീ ലൈക്ക് ബ്രാഞ്ചിങ് ഡയഗ്രാം ദാറ്റ് ഷോ ദി സിമിലാരിറ്റീസ്, ഒരു ട്രീ പോലെയുള്ള ബ്രാഞ്ചിങ് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഫിനോഗ്രാം എന്ന് പറയുന്നു. ക്ലാഡസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിങ് diagram that showing classical relationship between the number of species known as cladogram, cladogenesis ഒക്കെ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയാൽ മതി. മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടു സോൾവ് ദ ടാക്സോണമിക്കൽ പ്രോബ്ലംസ്, ടു വെരിഫൈ ദ എക്സിസ്റ്റിംഗ് ടാക്സോണമി ആൻഡ് ടു വ്യൂ ദ എക്സിസ്റ്റിംഗ് ടാക്സോണമി ഫ്രം ദ മോളിക്കുലാർ ലെവലിൽ അത് വ്യൂ ചെയ്യുക, അതൊക്കെയാണ് സംഭവം. പിന്നെ DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള ടാക്സോണമിക്കൽ അപ്രോച്ചസ് ആണ്. അതേപോലെ ഹിയർ എ സ്മോൾ ജെനറ്റിക്കൽ സീക്വൻസസ് from a standard part of genome is used.
പിന്നെ അതേപോലെ എന്താണ് മാർക്കർ? സ്റ്റാൻഡേർഡ് റീജിയൻ യൂസ് ടു ജനറേറ്റ് DNA ബാർകോഡ്. ഒരു റീജിയൻ ഏതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റീജിയൻ നമ്മൾ DNA ബാർകോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് പറയുന്നതാണ് മാർക്കർ എന്ന് പറയുന്നു. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് എ ബാർകോഡ് ലൈബ്രറി ഓഫ് ഐഡൻറ്റിഫൈഡ് സ്പീഷീസ് ആൻഡ് സീക്വൻസ് അലൈൻമെൻറ്റ്സ് ഒക്കെ. ആഫ്റ്റർ DNA പ്രോസസ്സിംഗ് ആൻഡ് സീക്വൻസിങ് ദ DNA ബാർകോഡ് ഈസ് മേക്കിംഗ് ഇൻ ദ ഫോം ഓഫ് ക്രോമാറ്റോഗ്രാം. ഒരു ട്രീ ലൈക്ക് ബ്രാഞ്ചിങ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, അങ്ങനെ ഫോം ആക്കുന്നു. ഇനി DNA ബാർകോഡിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ അഗ്രികൾച്ചർ പെസ്റ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ അത് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. അതേപോലെ ഡിസീസസ് വെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ എൻഡാഞ്ചർഡ് സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാനും അതേപോലെ റൂട്ടീൻ ഓട്ടോഹെൻസിലിസ് ഓഫ് നാച്ചുറൽ ഹെൽത്ത് പ്രോഡക്റ്റും ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്ലാന്റ്സ് ലീവ്സ് വെൻ ഫ്ലവർ ഓർ ഫ്രൂട്ട് ആർ നോട്ട് അവൈലബിൾ. പ്ലാന്റ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും മെഡിക്കൽ പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെ പല രീതി ഡയറ്റ് ഓഫ് അനിമൽസിൻ്റെ ഇതൊക്കെ പിന്നെ ഫോറസ്റ്റിക് എക്സാമിനേഷനൊക്കെ സഹായിക്കുന്നു. ഇതാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. സോ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.